ബാഴ്സലോണ ഇതിഹാസം ക്സാവി ഹെർണാണ്ടസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചാവാനുള്ള അപേക്ഷ അയച്ചു. എന്നാൽ AFF സാമ്പത്തിക പ്രശ്നം മൂലം അത് നിരസിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള വാർത്തയാണിത്. എന്നാൽ ക്സാവി അപേക്ഷ അയച്ചോ? ബാർസ യൂണിവേഴ്സൽ എന്ന സ്പെയിനിലെ ട്വിറ്റർ ഹാൻഡിലിൽ പറയുന്നത്, ക്സാവിക്ക് നിരവധി ഓഫറുകൾ വരുന്നുണ്ട്. എന്നാൽ ധൃതി വെച്ച് അദ്ദേഹം ഒരു ടീമിനെ ഏറ്റെടുക്കുന്നില്ല. ഏതെങ്കിലും ടോപ്പ് യൂറോപ്യൻ ക്ലബിനെ പരിശീലിപ്പിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നാണ്. ഇന്ത്യൻ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ ക്സാവി സ്വയം ഓഫർ ചെയ്തു എന്നുള്ള വാർത്ത അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നു. മികച്ച കാൻഡിഡേറ്റിനെ ആകർഷിക്കാൻ ഇന്ത്യൻ ഫെഡറേഷൻ അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ചുവെന്ന് അവർ അവകാശപ്പെടുന്നു എന്നും ഈ ട്വിറ്റർ ഹാൻഡിലിൽ പറയുന്നുണ്ട്. ക്സാവിയും ഇന്ത്യൻ ഫുട്ബോളും തമ്മിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് പ്രമുഖ ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായ ഫാബ്രിസിയോ റൊമാനോയും പറയുന്നുണ്ട്. അതേസമയം ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമപ്രവർത്തകനായ മാർക്കസ് മെർഗുലാഹോ പറയുന്നത്, AFFന്റെ ദേശീയ ടീം ഡയറക്ടർ സുബ്രതോ പോൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ ഏറ്റവും താഴെയായി ക്സാവി ഹെർണാണ്ടസിന്റെ പേരും ഉണ്ടായിരുന്നു എന്നാണ്. സ്വന്തം ഇമെയിൽ ഐഡിയിൽ നിന്നാണ് അപേക്ഷ അയച്ചതെന്ന് കാണിക്കുന്നു. മറ്റ് അപേക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി കോൺടാക്ട് നമ്പർ കോളം ശൂന്യമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്സാവിയുടെ പേര് അതിൽ ഉണ്ടായിരുന്നു എന്ന് സുബ്രതോ പോളും പറയുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്സാവി ഹെർണാണ്ടസ് പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യൻ ലീഗ് ഫോളോ ചെയ്യുന്നുണ്ട്, കാരണം അവിടെ ഒരുപാട് സ്പാനിഷ് പരിശീലകരുണ്ട് എന്ന്. എന്നാൽ എന്താണ് സത്യം? ശരിക്കും ബാഴ്സലോണ ഇതിഹാസമായ ക്സാവി ഹെർണാണ്ടസ് ഖത്തർ ദേശീയ ടീം ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ ക്ലബ്ബുകളും നോട്ടമിട്ടിരിക്കുന്ന ക്സാവി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചാകാനുള്ള അപേക്ഷ അയച്ചിട്ടുണ്ടോ?